ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ആണെങ്കിലും തിങ്കളാഴ്ചയിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ, എനിക്ക് നല്ല തിരക്കുള്ള ഒരു ദിവസമാണ്. ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ എനിക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതലുള്ള ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇന്ന് പതിവിലും വിട്ട് ഇത്തിരി നേരത്തെ എണീറ്റു. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തലേ ദിവസം ഞാൻ ഒരുക്കി വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് കിടന്നാൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എനിക്ക്. അപ്പോൾ ഇന്നലെ എനിക്ക് അവിടെയൊക്കെ വലിച്ചു വാരിയിട്ടിട്ടല്ലേ ഞാൻ കിടന്നത്. വർക്ക് ഏരിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രാത്രി അല്ലെങ്കിൽ എല്ലാം ക്ലീനായിട്ട് കിടക്കണതാണ്. പക്ഷേ ഇന്ന് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കിടന്നിട്ട് ശരിക്കും അങ്ങോട്ട് ഉറക്കം വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എണീറ്റു. കുട്ടികളൊക്കെ എണീക്കുന്നതിന് മുമ്പ് തന്നെ എണീറ്റു. എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിച്ച് ആദ്യം തന്നെ അവിടെ നിന്ന് കുറച്ച് കിട്ടാവുന്ന പോലെ ഒന്ന് ഒതുക്കി ആദ്യം തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ പുറത്തേക്ക് ഇങ്ങനെ വന്നത്. അപ്പോൾ ഡാഡി ഓൾറെഡി കട്ടൻ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയണ പോലെ ഡാഡിയുടെ രാവിലെ എണീറ്റ് ഡാഡി 6:30 ആകുമ്പോഴേക്കും എണീക്കും കേട്ടോ. എണീറ്റ് കഴിഞ്ഞാൽ കട്ടൻ കാപ്പി വെച്ച് പിന്നെ ആളുടേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് വന്നു കഴിഞ്ഞാൽ അത് കുടിച്ചിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് ഒതുക്കാൻ നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിള്ളേർ എണീറ്റ് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇട്ട കാരണം ഞാൻ നല്ല പറഞ്ഞില്ലേ, എനിക്ക് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ സംഭവം റോബോട്ട് വന്ന് തുടച്ചതിന് ശേഷം സാധനങ്ങളൊക്കെ ഇട്ടെങ്കിലും ഇവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഈ ഒരു ഭാഗം കുട്ടികൾ എണീക്കുന്നതിന് മുമ്പ് അവിടെ ഒതുക്കിയില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ വലിയൊരു മഴ, അപ്പോൾ ഇന്നലെ രാത്രി മഴ നിന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വലിയ മഴ പെയ്തപ്പോൾ വെള്ളം ഇങ്ങോട്ട് തുളുമ്പി. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഹോട്ടലിൽ മുഴുവൻ ഇല അടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഇലയൊക്കെ മാറ്റി ഡാഡി അവിടെയൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ ഡാഡിയോട് എപ്പോഴും പറയുന്നുണ്ട് അവിടെ ഒരു പടി പൊക്കിയിട്ട് ഒരു ഇത് കെട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന്. അടച്ച് കെട്ടണത് നമ്മൾ കണക്ക് പ്രകാരം അത് ചിലപ്പോൾ എന്തെങ്കിലും ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഭൂമി ഒരു തുണ്ടൊന്ന് പൊക്കിയാൽ അത് ശരിയാവും. അപ്പോൾ അതിനുള്ള നേരമായിട്ടില്ല ഞാൻ തോന്നുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പണിത ആൾക്കാർ അവിടെ ഒന്നൊരു സ്ലോപ്പാക്കി ഇട്ടു. അപ്പോൾ അതിൻ്റെ പേരിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം വരുന്നത് മുഴുവൻ ഇങ്ങോട്ട് വരും. അതാണ് പറ്റിയത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അവസാനത്തെ ദിവസത്തെ പണിയിൽ കുറേ പിഴവുകൾ പറ്റിയിട്ടോ. പട്ടിക്കൂടിൻ്റെ ഓട്ട അവർ തുറന്നിട്ടില്ല, അങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റി. അവസാന ദിവസം എന്തോ ഡാഡി അത്യാവശ്യമായിട്ട് പുറത്ത് പോവുകയും ചെയ്തു. അവരവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുകയും ചെയ്തു. അല്ലെങ്കിലും നമ്മളൊപ്പം നിന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അവസാനത്തെ ദിവസം ആ ഒരു അരമണിക്കൂർ കൊണ്ട് അവസാനത്തെ മിനുക്ക് പണി അങ്ങോട്ട് ഉഷാറായില്ല. അതിൻ്റെ ഒരു ദോഷമാണിപ്പോൾ ഈ വെള്ളം ഇപ്പുറത്തേക്ക് കയറി വരിക എന്നുള്ളത്. മറ്റേത് അവിടെ ഒരു തിട്ടയുണ്ടായിരുന്നു, ഒരു ഇഷ്ടിക ഇങ്ങനെ വെച്ചിട്ട് വെള്ളം പോകാനുള്ളൊരു ഇതുണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞപ്പോൾ ഒന്നിനും പറ്റാണ്ടായി. അങ്ങനെ ഇന്ന് നമ്മുടെ തോമുട്ടൻ്റെ സ്കൂളിലേക്ക് പോകേണ്ട ദിവസമായിരുന്നു. പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പയും അമ്മയും കൂടി പോയതാണ്. പിള്ളേർസ് 3 ഡിമ്പിളുടെ കൂടെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കൊറിയർ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് XXL ഉണ്ടായാൽ എനിക്ക് പാകമായിരുന്നു. പക്ഷേ നമ്മൾ ഇത്തിരി തടി വെച്ചു. തടി എന്ന് പറഞ്ഞാൽ ബോഡിക്കല്ല, വയറിന് ഇത്തിരി തടി വെച്ചപ്പോൾ XXL പോരാണ്ട് വരുന്നു. ഷോൾഡറും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, പക്ഷേ വയറിൻ്റെ അവിടെ വരുമ്പോൾ ഭയങ്കര ഫിറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഒക്കെ റിട്ടേൺ അടിച്ച് 4XL എടുക്കായി. കാരണം അല്ലാണ്ട് രക്ഷയില്ല. അപ്പോൾ നമുക്ക് സൗകര്യത്തിന് ഒരു ലൂസായിട്ട് വേണ്ട ഡ്രസ്സ് ഇടാനായിട്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ സാരിയും ഉപേക്ഷിച്ചത് കേട്ടോ. ഉപേക്ഷിക്കല്ല, സാരി എനിക്ക് ഉടുക്കാൻ പറ്റാത്തത്. കാരണം ബ്ലൗസ് ഒരു രക്ഷയില്ല. ഞാൻ അന്ന് അമ്മലിൻ്റെ കല്യാണത്തിന് തന്നെ പോകുമ്പോൾ ബ്ലൗസ് ഇട്ടിട്ട് എനിക്കും ഡിവൈനും അറിയാം എങ്ങനെയായിരുന്നു എന്നുള്ളത് കേട്ടോ. അങ്ങനെ ആ സമയം ഇവർ കുട്ടികളെയും കൊണ്ട് വന്നതിന് ശേഷം ഡിവൈൻ മോളിലേക്ക് പിള്ളേർസിനെയും കൊണ്ട് പോയി ഡിമ്പിളിതാ പെട്ടെന്ന് കറികൾ വെച്ചു. കാരണം 3 ആളും താഴെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ചെപ്പുകളിട്ട് കളിച്ച് അവിടെ നിൽക്കുമായിരുന്നു. ഡിമ്പിൾ വേഗം വെറുതെ പരിപ്പ് മുളക് വെച്ച് നല്ല ചെമ്മീൻ എന്താ പറയുക മുരിയിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും വെച്ചു. എനിക്ക് ഈ പറഞ്ഞോണം സിമ്പിൾ ഊണാണ് ഇഷ്ടം കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ചാറും ഒരു ചെറിയൊരു എന്തെങ്കിലും തൊട്ട് കൂട്ടാനുണ്ടെങ്കിൽ കഴിഞ്ഞാൽ എനിക്കിഷ്ടമായി. കുറേ കൂട്ടാനുകൾ ഉണ്ടായാലും ഞാൻ ഓരോന്ന് കൂട്ടിയിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ എനിക്ക് മാക്സിമം 2, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. തുണികൾ അലക്കി കൊണ്ടിട്ടു. അപ്പോഴേക്കും പരിയപ്പുറത്തെ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഡാഡി തന്നെ അടിച്ച് കളഞ്ഞത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പാക്കിങ്ങിൻ്റെ തിക്കും തിരക്കിൻ്റെ ഇടയിലാണ് നമ്മുടെ പാച്ചുട്ടൻ 1 2 3 4 എണ്ണണോ
ഇറ്റ്സ് എ ടവർ, പിന്നെ എന്താ പറയുക, നമ്മൾ കേൾക്കാത്ത കുറേ കാര്യങ്ങൾ അവൻ ഇങ്ങനെ പറയണം. അപ്പോൾ സ്കൂളിലെ ആക്ടിവിറ്റീസ് കുറേ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അറിയാം അവർ ഇന്നതൊക്കെ ചെയ്യുന്നു. ഞങ്ങൾ ഇന്നലെ പാസ്ത കൊണ്ടുവന്നപ്പോൾ ഇവൾ പറയായിരുന്നു അത് തോമുൻ്റെയും പാച്ചുൻ്റെയും മുമ്പിൽ വെച്ച് കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവരത് ചെയ്യുന്നു. കാരണം അങ്ങനത്തെ ആക്ടിവിറ്റീസാണ് ഫസ്റ്റ് സ്കൂളിൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓരോന്ന് കാണുമ്പോൾ പെറുക്കിയിടലും ഒക്കെ നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അവനെ പ്രോത്സാഹിപ്പിച്ചു, അവിടെ ഇരുന്നിട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അവൻ ചെയ്യണതിന് ക്ലാപ്പ് കൊടുത്തു, ഗുഡ് ബോയ് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ വളയൊക്കെ എനിക്ക് ഒതുക്കി വെച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ 2/8 പേളിൻ്റെ വളകൾ എടുക്കായിരുന്നു. ഞാൻ ഒരേ ഭാഗം ഞാൻ പറഞ്ഞില്ല, ഓരോ സെക്ഷൻ. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു 4 വള 2/8 വേണമായിരുന്നു. അപ്പോൾ അത് പേളാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ആ പേളിൻ്റെ ബോക്സുകൾ മാത്രമാണ് ഇത് കേട്ടോ. അപ്പോൾ അവൻ കളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നിന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഇന്ന് 2 ദിവസമായിട്ട് എനിക്ക് ഡ്രീം കളക്ഷൻസിൽ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ വീണ്ടും ഇട്ടിട്ടുണ്ട്. നാളെ ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പറ്റിയെങ്കിൽ 1-2 ഇടാം. എല്ലാ ദിവസവും പറ്റുമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ സാഹചര്യം അങ്ങോട്ട് അനുകൂലമാവണില്ല. കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും പറ്റിയില്ല. എടുത്തത് ഞാൻ വേഗം അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാനിന്ന് ഈ വള എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ എനിക്കൊരു യാത്രയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം പറ്റുന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ഡ്രോപ്സ് ഡ്രോപ്സ് നമ്മൾ ഫോട്ടോസൊന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാതും നല്ല തരം കമ്മലുകളാണ് കേട്ടോ. എല്ലാത്തിനും പിരിയാണ്, ബാക്കിൽ പിരിയാണ്. 2-3 മാത്രമാണ് പിന്നുള്ള ടൈപ്പുള്ളത്. അത് ഞാൻ തിരിച്ച് കാണിക്കുന്നുമുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രീം കളക്ഷൻസിൻ്റെ ചാനലൊന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ഡ്രോപ്സിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റഡുകളും കുട്ടി ഞാത്തികളുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇടാവുന്ന സൈസാണ്. ചെറിയവർക്കും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇടാവുന്ന പോലെ ചെറിയ സാധാരണ ഒരു സൈസാണ്. അപ്പോൾ അത് ഇതിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ നിങ്ങളുടെ വിരലിങ്ങനെ വെച്ചിട്ട് എൻ്റെ വിരലിൻ്റെ ഒപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്ര നീളം ഉണ്ടെന്ന് അറിയാം. അല്ലാണ്ട് നമ്മൾ എങ്ങനെ നോക്കിയാലും നമുക്കത് നീളം മനസ്സിലാവില്ല. അപ്പോൾ അതാണ് അങ്ങനെ ഉള്ളതിൻ്റെ ഒരു അളവെടുക്കാനുള്ളൊരു കാര്യം കേട്ടോ. അങ്ങനെ ദേ ഉച്ചയോട് കൂടിയിട്ട് ഡോൺ വന്നു ഭക്ഷണം കഴിച്ച്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള ഒരു അവസരം കിട്ടണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ 3 പേരും അകത്തുണ്ടാവും. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, അല്ലെങ്കിൽ കണ്ണ് തെറ്റിയാൽ ഓരോന്ന് ചെയ്യുക. അപ്പോൾ പല പ്രാവശ്യമായിട്ടാണ് ഞങ്ങൾ കഴിക്കുക കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഡിംപിളുടെ വീഡിയോ അപ്ലോഡായത്. അങ്ങനെ ഞാനത് ഒന്ന് കണ്ടപ്പോൾ, ഞാൻ സംഭവം എടുക്കുമ്പോഴേ ഇതൊക്കെ കണ്ടതും കേട്ടതാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ കാണണമെന്ന്. പക്ഷേ ഇത് കണ്ടപ്പോഴും എവിടേക്കോ എൻ്റെ മനസ്സും എന്താ പറയുക, മനസ്സ് നിറഞ്ഞു, കണ്ണും നിറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഭാഗ്യം ചെയ്ത മാതാപിതാക്കളാണ് അല്ലെങ്കിൽ സഹോദരങ്ങളാണെന്ന് പറഞ്ഞു. സത്യമായിട്ടും ഞാൻ ആ കാര്യത്തിൽ തമ്പുരാനോട് 1000 നന്ദി പറയും. കാരണം അത്രയും ഒരാളെ കൊണ്ടും ഒന്നും പറയിപ്പിക്കാണ്ട് ഞാൻ ഇവിടം വരെ കൊണ്ടുവന്നെത്തിച്ചു. എന്നിട്ടും എന്താ പറയുക, കുറേ വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ സീമാജി നായർ പറയും 33-ാമത്തെ വയസ്സിൽ ഈശോ അനുഭവിച്ചില്ലേ കുറേ, ഒരു അപരാധം ചെയ്യാണ്ട്, അതാണ് ചേച്ചി നമ്മുടെ മോനെ എന്ന് പറയും. അപ്പോൾ ഇപ്പോഴും ഞാൻ ആ കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോൾ അപ്പം ഞാൻ സീമ പറഞ്ഞ ആ വാക്കാണ് നോക്കുക. 33-ാമത്തെ വയസ്സിലാണ് ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ 2 മക്കളുടെ അപ്പനായി. ഇന്നതേ സ്കൂളിലെ കുട്ടീനെ കൊണ്ട് ചേർത്താനായിട്ട് പോയി. ചേർത്തല്ല, ഫസ്റ്റ് ഡേ അവിടേക്ക് പോയി. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര, നമ്മൾ പറയില്ലേ എന്തൊക്കെയോ ഒരു വർഷം കൊണ്ട് എന്തൊക്കെയോ നടന്നു പോയി, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് 2 ഫാമിലിക്കും, അതായത് ഞങ്ങൾക്കായാലും പോയ മോൾക്കായാലും യാതൊരു പ്രശ്നങ്ങളും ഞങ്ങളുടെ ഇടയിലില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കുറേ ആൾക്കാർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്നല്ലാണ്ട് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടല്ല, വെറുതെ അവർക്കൊരു നേരം പോക്ക്. അതുപോലെ ഒന്നും പറയാൻ കിട്ടാണ്ടാവുമ്പോൾ ഈ ഒരു വിഷയം എടുത്തിട്ടിട്ട് വീഡിയോ ഇടുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ അവരുടേതായ ഒരു രീതി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 2 ഫാമിലി ഞങ്ങളുടേതായ രീതിയിൽ 2 കൂട്ടരും സന്തോഷമായിട്ട് ജീവിക്കണം. അല്ലാണ്ട് വേറെ ഒരു പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിലില്ല. അപ്പം അങ്ങനെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേർച്ചനെ കാണാനില്ല. നോക്കിയപ്പോൾ എന്തുട്ടാ ടാപ്പ് തുറന്ന് ചാക്കോ അതെ പാച്ചു അതെ തോമു ഇതിലേക്കൊന്നും, തോമു ഓടി വന്നിട്ട് അതേ മമ്മി ഇതേ നമ്മുടെ തോമും പാച്ചും ചാക്കോച്ചിനും നോക്കിയപ്പോൾ കണ്ട 3-ാമത്തെ കുളി കഴിഞ്ഞിട്ട് വിട്ടതാണ്. ഫുൾ ചളിയായി. വീണ്ടും ഡിവൈൻ കുട്ടികളെയും കൊണ്ട് മുകളിലേക്ക് പോയി കുളിപ്പിക്കാനായിട്ട്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂൾ പൂട്ടിയ ഈ ക്ലാസ് ഇല്ലാത്ത ദിവസം 4-5 വീതം ഡ്രസ്സാണ് മാറൽ.
അല്ലാണ്ട് നിവൃത്തിയില്ല. കണ്ണ് തെറ്റിയാൽ ഓടും. എത്രയെന്ന് വെച്ചിട്ട് അവരെ മുറിയിലിട്ട് പൂട്ടുക. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ പറയും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചോ എന്ന് പറയും. അങ്ങനെ സന്ധ്യയായി. ഇനി കുറച്ച് കഴിയുമ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഇനി പുറത്തേക്കുള്ള പ്രവേശനം ഇല്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയ ഇതാണ് അംഗം, എന്നാലും കുറച്ച് നേരം പുറത്ത് കിടന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിക്കും ഞങ്ങൾ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഞാൻ ഈ ഓർണമെൻറ്റ്സിൻ്റെ കൂടെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പുറമേയുള്ള കാര്യങ്ങളൊന്നും ഇന്ന് ഷൂട്ട് ചെയ്യാനോ ഒതുക്കാനോ ഒന്നും പറ്റിയില്ല. പിന്നെ ഞാനിപ്പോൾ രാത്രി ആകുമ്പോഴാണ് ഞാൻ ആ മറ്റേ ബാക്കിലത്തെ ടേബിളുമേലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പേളിൻ്റെ നേരത്തെ കാണിച്ച വളകളാണ്, 2.8-ൻ്റെ വളകളാണ്. ഇതൊക്കെ പ്ലേറ്റ് ചെയ്തിട്ടുള്ള വളകളാണ്. അപ്പോൾ കുറേ പേർക്ക് സംശയമുണ്ട് നമ്മളുടെ വളകൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളുടെയൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി പ്ലേറ്റ് ചെയ്തിട്ടുള്ള വളകളാണ്. പിന്നെ ആൻറ്റിക്കിൻ്റെ വളകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ 2.8-ൻ്റെയാണ് കേട്ടോ. അപ്പോൾ 2.8-ൻ്റെ വളകളുടെ അളവുള്ളവർ മാത്രം ഈ ഡിസൈൻസും കാര്യങ്ങളും ചോദിക്കും. പക്ഷേ ഇത് എല്ലാ അളവും കൊണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിപാടിക്കായിട്ട് ഞാൻ ഇരുന്നു. അപ്പോൾ നാളെ ഞാൻ ഇതാണ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഈ നേരം വരെ എനിക്കൊരു വീഡിയോ എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ പറ്റിയിട്ടില്ല. മേശപ്പുറത്തത് ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു അത്യാവശ്യമൊന്നുമില്ലല്ലോ, വീഡിയോ ഇട്ടില്ലെങ്കിലും ആരും ഒന്നും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. പിന്നെ കൃത്യമായിട്ട് അങ്ങനെ ശരിക്കും 2 മാസം ഞാൻ കൃത്യമായിട്ട് ഇട്ടു, ഒറ്റ ദിവസം മുടങ്ങാണ്ട് റിപ്പീറ്റായിട്ട് അതിലിട്ടു. പക്ഷേ 31 എനിക്ക് പറ്റിയില്ല. വീണ്ടും ഞാൻ ഇന്നാണ് ഇട്ടത്. പക്ഷേ ആ 2 ദിവസത്തെ ഞാൻ എങ്ങനെയെങ്കിലും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഡേറ്റ് കറക്റ്റാക്കി ഇടണം എന്ന് ഡേറ്റല്ല, എണ്ണം കറക്റ്റാക്കി ഇടണം എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം പോലും മുടങ്ങാത്ത രീതിയിൽ. അപ്പോൾ ഒരു ദിവസം നമുക്ക് 2 വീഡിയോ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ആൻറ്റിക്കിൻ്റെ വളകളാണ് കേട്ടോ. ലക്ഷ്മിയുടെ വളയും പേളും കൂടിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ പേളിൻ്റെ സെക്ഷൻ കാണിക്കാൻ വേണ്ടി എടുത്തത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുത്തത് നിങ്ങളെയും കാണിക്കാം. ഇനിയിപ്പോൾ 2ാമത് വീഡിയോ എടുത്തിട്ട് വേണം നാളെ നമുക്ക് ഡ്രീം കളക്ഷൻസിൽ ഇടാനായിട്ട്. പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ തന്നെ ആരെങ്കിലും 2.8 ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരേണ്ട കേട്ടോ. കാരണം ഫോട്ടോസ് എൻ്റെ ഫോണിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എടുത്ത വീഡിയോൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എൻ്റെ ഫോണിൽ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അതാ ഡിംപിൾ നാളേക്കുള്ളതും ഇന്നൊക്കെയുള്ളതും കറികൾ വെക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഇന്ന് രാത്രി ബീഫും കിഴങ്ങും ഇട്ടിട്ടുള്ള നല്ല നാടൻ കറിയായിരുന്നു. നാളെ മുനമ്പത്ത് വെക്കാറുള്ള മീൻകറി അയിലക്കറി വെച്ചിട്ടുണ്ട്. കാരണം കുറേ കാരണമില്ലേ ഞാൻ പറയണു, നാളെ യാത്രയുണ്ട്, എന്തൊക്കെയോ വാങ്ങിക്കേണ്ടയും എടുക്കേണ്ടയും കാര്യങ്ങളുണ്ട് ഡിംപിളിന്. അപ്പോൾ ഒന്ന് എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട് കൂടെ. അപ്പോൾ ഞാൻ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം നമുക്ക് പുറത്തേക്കൊക്കെ പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാളെ എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാനത് ഇത്രയും നേരം ഞാൻ നാളേക്കുള്ള പണി ഇന്ന് അവസാനിപ്പിക്കുമായിരുന്നു. അങ്ങനെ അപ്പം വന്നു. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ 3 പിള്ളേരും കൂടി പിന്നാലെ കൂടിയൊക്കെ കേട്ടോ. അപ്പോൾ അപ്പം വന്നു കഴിഞ്ഞാൽ അപ്പം എന്തെങ്കിലും കൊണ്ടുവരും. അപ്പോൾ കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞേക്കാം ലോളിപോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലോളിപോപ്പ് ഞാൻ ഡോണിനോട് പറഞ്ഞ് എന്നും വാങ്ങിക്കേണ്ട, ഇവിടെ വാങ്ങി വെക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളന്ന് പോയപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് അത് എടുക്കാനാണ് ഡോൺ പോയത് കേട്ടോ. അങ്ങനെ 3 പേർക്ക് അത് കൊടുത്തപ്പോൾ അവർ ഹാപ്പിയായി. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ നിൻ്റെന്നൊന്നുമില്ല, 3 ആളും ഒരുപോലെയാണ് ഇവിടെ. അത് ഞങ്ങൾക്ക് 5 പേരുടെ ഇടയിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവനെ ആയാലും ആരെ ആയാലും വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയുക. അത് ഇന്ന ആളെന്നൊന്നുമില്ല, 5 പേർക്കും ഒരുപോലെ ഇവരുടെ മേലുണ്ട്. ആൻസൺ ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, വളരെ സന്തോഷമായിട്ട് സന്ധ്യ നേരം ഞാൻ പറയാറുണ്ടല്ലോ 7 മണി തൊട്ട് ഉള്ള ഇവിടുത്തെ അംഗം അടുത്ത കുളി കഴിഞ്ഞിട്ട് സുന്ദരകുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് അപ്പയുടെ കൂടെ പോയിട്ട് കുളിച്ച് വന്നതാണ് ചാക്കോച്ചൻ. അപ്പ വന്നു കഴിഞ്ഞാൽ അവനുണ്ട് ഒരു കുളി, അവന് തോമുനൊരു കുളിയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ കളി കണ്ടോ നിങ്ങൾ, എന്തിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ ഫോൺ എടുത്തിട്ട് അതിൻ്റെ ടോർച്ച് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കും. എന്നിട്ട് ഈ ലൈറ്റ് കണ്ടിട്ട് അതുമ്മ എടുത്തിട്ട് ഓരോന്ന് ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് എവിടെ നിന്നാണെന്ന് അറിഞ്ഞൂടാ, ഇന്നത്തെ ഒരു ദിവസം ഈ ടോർച്ചുമ്മയാണ് പിടിച്ചിരിക്കണേ. അപ്പോൾ ആ ടോർച്ച് പിടിച്ചിട്ടുള്ള കളിയും കാര്യങ്ങളുമാണ്. ഇന്നത്തെ കിട്ടിയ ഡോണാണ്. അപ്പോൾ ഡോണിനെ കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഡിംപിൾ ഓടി വന്നിട്ട് പറഞ്ഞത് മമ്മി ഇതേ നോക്കി ഇവർ കാണിക്കണേ എന്നുള്ളത്. അങ്ങനെ പിള്ളേർ വണ്ടി ഓടിക്കും, അതിൻ്റെ ഇടയിൽ TV കാണും, അതിൻ്റെ ഇടയിൽ അവരുടെ വർത്താനവും കാര്യങ്ങളും കഴിയും. അങ്ങനെ എന്താ പറയുക, ഭയങ്കര തിക്കും തിരക്കും ബഹളമാണ്. അപ്പോഴാണ് എന്തോ സോൾജേഴ്സ് എഴഞ്ഞ് നീങ്ങണത് കണ്ടു എന്ന് പറഞ്ഞിട്ട് അതുപോലെയുള്ള ഇഴയിലാണ് അടുത്തത്, അവൻ്റെ ഡ്രസ്സ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവനത് കാണിച്ചപ്പോൾ 2ാമത്തോനും ചെറിയോനും കാണിക്കണ നോക്കി. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഞാൻ പറയും, കുരങ്ങന്മാരുടെ പോലെയാണ്. ഒരാൾ കാണിക്കണത് 3 ആളും കാണിക്കും. അതുപോലെ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ 3 ആൾക്കും വേണം.
അങ്ങനെ ഇന്ന് ചപ്പാത്തിയും കറിയും കൂടിയിട്ട് ഡോൺ ആദ്യം കഴിച്ചു. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതും കൂടി ചെയ്ത് കഴിഞ്ഞാലല്ലേ എനിക്ക് നാളെ സ്വതന്ത്രമായിട്ടൊന്ന് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്കെന്തോ അങ്ങനെയാണ്, എൻ്റെ പണികൾ കഴിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡിവൈൻ്റെ കിച്ചണിലാണ്, ഞാനും കിച്ചണിൽ പോയിട്ടിരുന്നു കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ പാച്ചു ഹാപ്പി ഹിപ്പോ കളിക്കാൻ കിട്ടിയത് ഡോണങ്കിളിനെയാന്ന് മാത്രം. ഡോണങ്കിളിൽ നിന്നൊന്നും വിളിക്കില്ല കേട്ടോ, അവൻ അപ്പാന്ന് തന്നെ വിളിക്കുക. അപ്പോൾ ടോർച്ചടിച്ച് പല്ല്, അവന് ഹാപ്പി ഹിപ്പോയിൽ പോകുമ്പോഴുള്ള കാഴ്ച അറിയാലോ. അപ്പോൾ അതാണിപ്പോൾ അവൻ പരീക്ഷിക്കുന്നത്. ഡോണങ്കയുടെ വായയിലാണ് അവൻ്റെ ടോർച്ചടിച്ചിട്ടുള്ള കളി. കുറച്ച് കഴിഞ്ഞപ്പോൾ തൂമും കൂടി. അപ്പോൾ പിന്നെ എന്താ പറയുക, അവൻ്റെ തലയിലായിട്ട് മേട് ആകെ കൂടി. മിനിയാന്ന് ഞാൻ പറഞ്ഞില്ലേ ഡിമ്പിളിൻ്റെ മേക്കെട്ട് ഇറങ്ങി, ഇന്ന് ഡോണിൻ്റെ മേലായിരുന്നു. അങ്ങനെ ആകെ കെട്ടിമറിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞതേ രാത്രിയായി. എല്ലാവരും കയറി എന്താ പറയുക, ഗോ ടു യുവർ ക്ലാസ്സസ് എന്ന് പറയും ഞാൻ. അങ്ങനെ പോണു കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഇവർ തമ്മിൽ പിരിയാൻ പറ്റാത്തൊരു ബന്ധമാണ്. ഇവർ എന്താ പറയുക, പോയി അവിടെ എത്തണ വരെ ടാറ്റ ബൈ ബൈ പറയും, ബായ് പറയും, ഉമ്മ പറയും. ആകെ ബഹളമാണ് ചാക്കുവും പാച്ചുവും കൂടിയിട്ട്. അപ്പോൾ പാച്ചു പിന്നെ അവൻ അകത്തു കൂടെ കയറുമ്പോൾ ഇവൻ പുറത്തു കൂടെ കയറാൻ നിൽക്കുക. അപ്പോൾ ഞാൻ വഴക്ക് പറയും, കാരണം എങ്ങാനും വീണ് കഴിഞ്ഞാൽ ഭയങ്കര അപകടമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് കണ്ടില്ല കേട്ടോ, ഞാൻ വീഡിയോയിൽ കൂടിയാണ് കണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തത് ഇവരെ ഒരു തമിഴ് സിനിമ കാണണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടോ, എൻ്റെ കാര്യങ്ങൾ ഞാനത് അതിൻ്റെ ഭംഗി പോലെ ചെയ്തോളാം. അതുകൊണ്ട് ഡാഡിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പാച്ചുവിനെയും കൊണ്ടുപോയി, ഡോൺ കുട്ടികളെയും കൊണ്ടുപോയി, ഡിംപിളും ഡിവൈനും കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പോയി. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പട്ടികൾക്കുള്ള ഫുഡ് കൊടുക്കാനായിട്ട് വന്നു. അപ്പോൾ അവർക്ക് ഇപ്രാവശ്യം നല്ല ഇറച്ചിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ കുക്കറിലിട്ട് 2-3 അടി അടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇവിടെ അങ്ങോട്ട് ഒതുക്കി. ഇതൊക്കെ ഞാൻ ഈ രാത്രി നിന്ന് ചെയ്തതാട്ടോ. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിലത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്ന് വേറെ മാറ്റിയിടണം. എന്നാലും ഒരുവിധം അങ്ങോട്ട് ആവശ്യം ഒതുങ്ങി. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ റസ്ക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. മിനിയാന്ന് ഞാൻ ചെപ്പ് വെച്ചെങ്കിലും ഡോണിന് മനസ്സിലായില്ല. ഡോൺ അത് പൊട്ടിച്ച് എടുത്ത് വെച്ചു. പിന്നെ ഇവർക്കൊക്കെ പൊട്ടിച്ചിടാനൊരു ഇത്തിരി മടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കൊണ്ടുവന്ന് വെച്ചു. അതുപോലെ മീൻകറി എടുത്തിപ്പുറത്തേക്ക് വെച്ചു. അങ്ങനെ എൻ്റേതായ കുട്ടി പണികളുണ്ടായിരുന്നു. അതുപോലെ വൈൻ കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇത് പുതിയതല്ല കേട്ടോ, ഇത് പഴയ വൈനാണ്. പുതിയത് ഞാനിപ്പോഴും ഭരണിയിൽ നിന്ന് എടുത്തിട്ടില്ല. അത് എടുത്തിട്ട് കരിച്ചൊഴിച്ചിട്ട് അതെങ്ങനെയുണ്ടെന്ന് നോക്കണം. മിക്സ് ചെയ്യാൻ പറ്റിയെങ്കിൽ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടായിട്ട് തന്നെ ഇരുന്നോട്ടേ എന്ന് ചോദിക്കും. കാരണം ഒന്ന് പഴകും തോറും വീര്യം കൂടുമെന്ന് പറയില്ലേ വൈനിന്. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് പിള്ളേർ രണ്ടുപേരും സിനിമയ്ക്ക് ഇരുന്നു. തമിഴ് സിനിമയാണ് കേട്ടോ, സിമ്രാൻ്റെയാണ്. എനിക്ക് ഏതാ പടം എന്നൊന്നും അറിയില്ല. ഞാനിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാനിത് കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ പരിപാടികൾ ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ, അല്ലാണ്ട് അത് കുട്ടികൾ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ അവരുടെ എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അവരവിടെ നിന്ന് ഇരുന്ന് സിനിമ കാണുമ്പോൾ ഞാൻ എൻ്റേതായ പണികളും കാര്യങ്ങൾക്കും നിന്നു. കംപ്ലീറ്റ് ഫോട്ടോസ് അയക്കലും അഡ്രസ്സ് എഴുതലും കവറാക്കലും. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കവറിൻ്റെ മുകളിലൊക്കെ ആക്കി റെഡിയാക്കി വെക്കും. കുട്ടികൾ വന്നിട്ടാണ് പാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡാഡി പാക്ക് ചെയ്യും. അപ്പോൾ ഇത് പുതിയ ഒരു ലോക്കറ്റാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലാസ്സാണ്. പെട്ടെന്ന് കണ്ടാൽ നമ്മുടെ നാഗപടത്തിൻ്റെ ഒക്കെ പോലെ തോന്നുമെങ്കിലും ഗ്ലാസ്സാണ് ശരിക്കും അത്. അപ്പോൾ അതിൻ്റെ അപ്പുറം പ്ലെയിനാണ്, അപ്പുറം ഇപ്പുറം പ്ലെയിനാണ്. ഇത് അതിൻ്റെ അല്ല, സെപ്പറേറ്റാണ് വള. ഭയങ്കര കട്ടിയുള്ള വളയാണ്. ആ സൈഡാണ് ആ കണ്ടത്, അത്രയും വീതിയുണ്ട്. നല്ല എന്താ പറയുക, ഭയങ്കര കട്ടിയിലുള്ള വളയാണ്. കമ്മൽ സാധാരണ കമ്മലാണ്, ഇതിന് സെറ്റായിട്ട് വരുന്ന കമ്മലാണ്. കണ്ടോ, ഇത് അപ്പുറം ഇപ്പുറമൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ തന്നെ ലക്ഷ്മിയുടെ മാല വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ മാങ്ങ മറ്റേ പ്രീമിയം കളക്ഷനിലുള്ളതാണ് കേട്ടോ. ഈ മാങ്ങ ഭയങ്കര വെയിറ്റും കാണാൻ ഭയങ്കര ഭംഗിയും ഒക്കെയാണ്. ആരും പറയില്ല സ്വർണ്ണമല്ല എന്നുള്ളത് കേട്ടോ. അത്രയും പെർഫെക്റ്റായി നല്ല പണിയാണ് അതിൻ്റെ. അപ്പോൾ അതും ഇതാണ് ഞാൻ പറഞ്ഞ, ഇത് പ്ലേറ്റ് ചെയ്യാത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് കളറ് കാണുമ്പോൾ എന്താവുമെന്ന് വിചാരിക്കേണ്ട. ഒരു സൈഡ് ഗ്രീനും അപ്പുറത്തെ സൈഡ് ലക്ഷ്മിയാണ് കേട്ടോ. 2 സൈഡും മാറിയിടാവുന്ന ഒരു മാലയാണ്. ലക്ഷ്മിയായിട്ട് ഇടുകയാണെങ്കിൽ ലക്ഷ്മിയുടെ കമ്മലിട്ടിട്ടിടാം. ഗ്രീനായിട്ട് ഇടുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കമ്മലായിട്ട് അത് ഇടാം. അതായത് ഒരു മാല ഡബിൾ സൈഡാണ്. അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിള്ളേരുടെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. അതിൻ്റെ ഇടയിൽ വൈഫൈ ഒന്ന് കട്ടായി. അത് കഴിഞ്ഞ് വീണ്ടും വന്നു. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ ഞാൻ പറയും, ഞാൻ ഒരേ ഗ്ലാസ് ഡിംപിൾ ഉറക്കം തൂങ്ങി തുടങ്ങി. അപ്പോൾ ഞാൻ പറയും എൻ്റെ പരിപാടികളും കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് ചായയൊക്കെ വെച്ച് തരാം. എന്നിട്ട് നമ്മുടെ 3 in 1 ഉണ്ടല്ലോ, നമുക്ക് ടപ്പൊന്ന് വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യമില്ലുള്ളൂ. അപ്പോൾ ഞാൻ
ഗുഡ് ലൈഫൊക്കെ പൊട്ടിച്ച് സാധാരണ പാലിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്തോ ഒരു ധൈര്യക്കേട്, ഒരു ധൈര്യക്കുറവ്. നമ്മൾക്കത് ഇന്ന് ഒന്ന് പിരിഞ്ഞു പാല്. പിന്നെ അങ്ങനെ ആവണ്ട, ഈ രാത്രി നേരത്തെ വെച്ചിട്ട് ഞാൻ ഗുഡ് ലൈഫ് എടുത്ത് അത് അപ്പം ഞാൻ പറയാറില്ല, ഒരു തുണ്ട് പാലുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും ഇതിന്. അപ്പോൾ ഞാൻ ഒരു തുണ്ട് പാലിലാണ് ഇത് ചെയ്തത് കേട്ടോ. സംഭവം ഇത് പാൽപ്പൊടിയൊക്കെ ഉണ്ടെങ്കിലും കുറച്ചൊന്ന് ആയിക്കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഒരു കട്ടി തോന്നും. അപ്പോൾ അങ്ങനെ 3 in 1 ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചായ, ബാക്കി എല്ലാവരും ഉറങ്ങിയില്ലോ. അപ്പോൾ റസ്കൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടത് കാണുന്നോട് തന്നെ വെച്ചു, ഡാഡിക്ക് ആയാലും ഡോണായാലും നാളെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശരിക്കും നല്ല ടേസ്റ്റുള്ള ചായ കേട്ടോ. അപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലതാണ്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പാലിൽ ഒരു തുണ്ട് പാൽ ഒഴിക്കാവൂ, കുറേ പാലൊന്നും ഒഴിക്കരുത്. കുറച്ച് പാലിൽ, അതായത് പാലും വെള്ളം തന്നെ പറയാം, പാലും വെള്ളത്തിൽ ഒരു 1/2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. കാരണം ആ പാൽ ഒഴിക്കണതിൻ്റെ പഞ്ചസാര, പിന്നെ ഇതിൻ്റെ പൊടിയും കൂടി ഇട്ട് നല്ലോണം ആറ്റി കഴിഞ്ഞാൽ ഡിവൈൻ പറയായിരുന്നു നമുക്ക് പുറത്തുനിന്ന് കഴിക്കണ സെയിം ടേസ്റ്റ്, മമ്മി മിഷൻ ചായയുടെ സെയിം ടേസ്റ്റ്. ഞാൻ ശരിക്കും 1 വർഷമായി ഞാൻ ഈ 3 in 1 യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇതേ ലാസ്റ്റ് മെസ്സേജുകൾ വരെ ഡിംപിളിൻ്റെയും ഡോണിൻ്റെയും Q&A കുറിച്ചായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാനുഗ്രഹം എപ്പോഴും എൻ്റെ കുട്ടികളുടെ കൂടെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്ക് ബൈ.